അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാം പെരുന്നാളൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് ടൂർ പോയവരൊക്കെ തിരിച്ചെത്തിയോ? അൽഹംദുലില്ലാ, എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ സുഖം തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞാൻ പറയുന്നത് നല്ല കമൻറ്റുകൾ എനിക്കിട്ട ആൾക്കാർക്കെല്ലാം നന്ദിയാണ് കേട്ടോ. അപ്പോൾ 72,800 ആളുകൾ കണ്ട 800 തോന്നുന്നു കേട്ടോ, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം 72,400 ഞാൻ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർ കണ്ട വീഡിയോയിൽ 300 സംതിങ് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ഞാനൊരു വീഡിയോ കമ്മീഷൻ വാങ്ങിയവർക്കൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല നല്ല കമൻ്റ് ഇട്ട എൻ്റെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും എന്നെപ്പോലെയുള്ളവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ആ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഇത്ര അധികം ആൾക്കാർ ആ വീഡിയോ ഏറ്റെടുക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു സർവ്വസാധാരണ വീഡിയോ ആയിട്ട്, കാരണം ഞാനൊരു വീഡിയോ ഇട്ടാൽ കൂടി വന്ന ഒരു 2000, 1000, 800 അങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണുള്ളായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത്ര അധികം ആൾക്കാർ ആ വീഡിയോ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ കുറച്ച് കമൻറ്റ് മാത്രമേ മോശമായിട്ട് വന്നിട്ടുള്ളൂ. മോശം എന്ന് പറയാൻ പറ്റില്ല, ഓല അഭിപ്രായം പോലും പറഞ്ഞു, അത്രയേ ഉള്ളൂ പറയാൻ പറ്റുക. കാരണം അങ്ങനെ ഒരു അനാവശ്യമായിട്ടൊരു വാക്കൊന്നും ആരും ഉപയോഗിച്ചുകൊണ്ട് ഒരു കമൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ കമൻ്റ് ഇട്ടവർക്കും ഞാൻ നന്ദി തന്നെ പറയണം. കാരണം അതും വേണമല്ലോ. കാരണം അവനവൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനാണല്ലോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതേമാതിരി ഓല അഭിപ്രായം ഒരു കമൻറ്റിലൂടെ രേഖപ്പെടുത്തുന്നു. അത് നല്ലതാണ് എന്ന് തോന്നിയവർ നല്ലത് എന്ന് കമൻറ്റ് ചെയ്യണു, അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണ് തോന്നിയവർ അങ്ങനെ കമൻറ്റ് ചെയ്യണം. അത്രേ ചിന്തിക്കണുള്ളൂ. അതിനെ ഓലോടും എനിക്ക് ദേഷ്യ വെറുപ്പോ ഒന്നുമില്ല. അപ്പം നല്ല കമൻറ്റ് ഇട്ടവരോട് കുറേ കമൻ്റ് ഉണ്ട്, ഒരുപാട് കമൻറ്റ്. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അത്രയും ആൾക്കാർ നല്ല നല്ല കമൻറ്റ് ഇട്ടിരിക്കണത്, സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് 800 സബ്സ്ക്രൈബേഴ്സ് കൂടിക്കണു, 800 ആൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെരുന്നാൾ തിരക്കിൻ്റെ ഇടയിൽ ഇന്നലെ 2 വീഡിയോ ഇട്ടിരുന്നു. ഇന്നലെ 1-ാം തീയതിയാണ്, ഏപ്രിൽ 1-ാം തീയതി. പക്ഷെ ആ വീഡിയോ ഒക്കെ ഒരു 10, 25, 30, 35 ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളൂ. കാരണം ഇന്നലെ ഇട്ട വീഡിയോ തുന്നിങ്ങാണ്ടാണ്. അതിലൊരു സഹോദരൻ എന്നോട് പറയുന്നുണ്ട് കയ്യിൻ്റെ മുട്ട് വരെ കാണുന്നുണ്ടെന്ന്. സോറി കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ ഈ പറുത എന്നിട്ടിട്ട് ഇന്ന് തുന്നാൻ പറ്റില്ല, ഭയങ്കര ചൂട്. അപ്പം അതുകൊണ്ട് ഞാൻ കഴിയുന്നത് എന്നെ കാട്ടാതെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. എന്നെ കാണാതെ മെഷീൻ്റെ ഒരു ഭാഗത്ത് മറ്റേ ഫോണ് വെച്ചിട്ട് അങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ ഫോണ് നിൽക്കണില്ല. ഈ മെഷീൻ അടിച്ചുമ്പോൾ മെഷീൻ ഇങ്ങനെ കുലുങ്ങുമ്പോൾ ഫോൺ ഇങ്ങനെ നിരങ്ങി വരിക. നമുക്ക് വലിയ സ്റ്റാൻഡുകൾ ഇതൊന്നുമില്ലേ. നമ്മളിങ്ങനെ തൽക്കാലത്ത് ഒരു 20 ഉറുപ്പ്യൻ്റെ സ്റ്റാൻഡിമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോണിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നതാണ്. പിന്നെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അന്യരെ കുറ്റങ്ങൾ പറയുന്നവർ സ്വന്തം ന്യൂനത ആലോചിക്കണം, നിങ്ങളെ തലയിലെ മുടി അതാ കാണുന്നു എന്ന് പറഞ്ഞു. സഹോദര, ഇത് തൊപ്പിയാണ്. ഇത് കണ്ടോ, ഇത് മുടിയല്ല, ഇത് തൊപ്പിയാണ്. അപ്പോൾ ഞാനൊരു ടൈലറാണ്. അപ്പോൾ എനിക്ക് നമ്മൾ സാധാരണ പീടിയിൽ നിന്ന് വാങ്ങണ തൊപ്പി ഉണ്ടല്ലോ, ആ തൊപ്പി വാങ്ങിയിട്ട് വന്നിട്ട് എൻ്റേതായ ഒരു രൂപത്തിൽ ഞാനൊരു മോഡലാക്കി അടിച്ച തൊപ്പിയാണ്. പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്കത് മുടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. എൻ്റെ മുടിയല്ലത്, ഇത് തൊപ്പിയാണ്. അപ്പോൾ ഇനി ഏത് വീഡിയോയിൽ നിങ്ങൾ കണ്ടാലും അത് മുടിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അത് തൊപ്പി വെച്ചിട്ടാണ്. ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടി പുറത്തൊക്കെ കാണൂല. അപ്പോൾ ഇങ്ങനെ ശരിക്കും നമുക്ക് നിൽക്കുകയും ചെയ്യാം. നമ്മളെ തലയിൽ ഇതിട്ടാലും പിന്നൊക്കെ കുത്തിയാൽ കറക്റ്റായിട്ട് നമുക്ക് നിൽക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചേക്കണം. അപ്പം ഇനി തെറ്റിദ്ധാരണ മാറിയാലോ, മുടിയല്ല എന്നുള്ള തെറ്റിദ്ധാരണ മാറിയാലോ. പിന്നെ മുട്ട് വരെ കണ്ടു എന്നുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് അറിയാലോ, ഈ ഫർദ എന്നിട്ടിട്ട് മെഷീൻ ഇട്ടിട്ട് തുന്നാൻ പറ്റൂല, ചൂട് അത്രക്കും ചൂടാണ്. അപ്പം അതുകൊണ്ട് അതിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ആ ഒരു ഇതിന് അത് ഇട്ടാൽ മതിയായിരുന്നോ, ഒരു 5 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പം അത് ഞാൻ നിങ്ങൾ പറഞ്ഞതിന് ശേഷം അത് ആലോചിച്ച് ഞാൻ, കാരണം ആ ഒരു ഫർദ ഇട്ടാൽ മതിയായിരുന്നു, ആ കൈ കാണൂലായിരുന്നു. പക്ഷേ ഞാനത് ഇട്ടു അപ്ലോഡും ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ സഹോദരൻ്റെ മറുപടിയും കൊടുത്തു, അടുത്ത വീഡിയോയിൽ ഞാനത് നോക്കാം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഉപദേശങ്ങൾ തരുന്ന കമൻറ്റിനോടൊന്നും എനിക്കൊരു വെറുപ്പൊന്നുമില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ തെറ്റുകളും ന്യൂനതകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് തിരുത്താമല്ലോ, അങ്ങനെ ഉള്ളൂ.
വെറുപ്പൊന്നും ആരോടുമില്ല. അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടോന്ന് വിചാരിച്ചിട്ട് എനിക്ക് ആരോടും വെറുപ്പില്ല. സഹോദരി ഒന്നും വിചാരിക്കരുതേ എന്ന് പറഞ്ഞിരുന്നു. ഞാനൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാനതാണ് അപ്പം തന്നെ എൻ്റെ കമൻറ്റിൻ്റെ മറുപടി തന്നത്. കഴിയണതും ഞാൻ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ നല്ല കമൻ്റ് ആണെങ്കിൽ എല്ലാത്തിനും കൂടി എടുത്തിട്ടൊരു വീഡിയോ ചെയ്യും. അല്ലാത്ത കമൻ്റ് ആണെങ്കിൽ ഞാൻ അപ്പം തന്നെ അതിൽ റീപ്ലൈ കൊടുക്കും. കാരണം അല്ലാത്ത കമൻറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ഇടങ്ങാറാണ്. അപ്പോൾ അപ്പം തന്നെ അതിൽ റീപ്ലൈ കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുക്കി വെച്ചിട്ട് ഇതേമാതിരി ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ നല്ല നല്ല കമൻ്റ് ഇട്ടവർക്കെല്ലാം, എനിക്ക് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സുകൾക്കെല്ലാം ഒരുപാട് നന്ദി. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാനിതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്ന നോലുമ്പിലാണോ അതോ നോലുമ്പിൻ്റെ മുമ്പാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ തുണക്കാരനോട് പറഞ്ഞിരുന്നു. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്നും കൂടി പറയുകയാണ്. നോലുമ്പിൽ വീഡിയോ തീരെ ഇട്ടിട്ടില്ലെങ്കിൽ വന്ന സബ്സ്ക്രൈബേഴ്സുകൾ പോകുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അള്ളാഹിനെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റംസാനിൽ വീഡിയോ ഇട്ടില്ല എന്ന് കരുതിയിട്ട് എൻ്റെ വീഡിയോ നിന്ന് പോകുന്ന എനിക്ക് തോന്നണില്ല. ഇതെല്ലാം ചെയ്യുന്ന റബ്ബിന് അതും ചെയ്യാൻ പറ്റൂലേന്ന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത്ര ഈ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് കരുതിയിട്ടല്ല ഞാൻ നൂറെ ഹബീബി വീഡിയോ ഇട്ടത്. നൂറെ ഹബീബിയും താത്തയും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടത്. അത് താത്ത അത്തരം വാക്കുകൾ പറഞ്ഞതുകൊണ്ടുള്ളൊരു ദേഷ്യം കൂടി ഇട്ടതാണ്. അപ്പോൾ അതിൽ തന്നെയാണ് 800 സബ്സ്ക്രൈബേഴ്സ് 300 സംതിങ് കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം ശരിയായില്ലേ? ഞാൻ എൻ്റെ റബ്ബിൽ വിശ്വസിച്ച വിശ്വാസം എനിക്ക് ശരിയായില്ലേ? ഒരു കൊല്ലം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് 1000 സബ്സ്ക്രൈബർ ആയിട്ടില്ല. ഞാൻ ഈ നൂറെ ഹബീബിയും താത്തയും എന്ന് പറഞ്ഞ വീഡിയോ ഇടുമ്പോൾ ആ ഒരൊറ്റ വീഡിയോയിലാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്ര കമൻറ്റുകളും നല്ല നല്ല കമൻറ്റുകളും വളരെ തുച്ഛം കുറച്ച് കമൻറ്റ്. അത് അവരെ അഭിപ്രായം അവർ പറഞ്ഞതും. അപ്പോൾ ഞാൻ എൻ്റെ റബ്ബിൽ വിശ്വസിച്ചത് ശരിയായില്ലേ? ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ശരിയായില്ലേ? ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളെ റബ്ബിനെ വിശ്വസിച്ച് നമ്മളൊരു ഇത് മുറുക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തൂല. പിന്നെ നമുക്ക് വരുന്ന നല്ലതെല്ലാം നമ്മളെ അടുത്തേക്ക് തന്നെ വരും. നമുക്ക് വരുന്ന തിന്മയും നമ്മളെ അടുത്തേക്ക് തന്നെ വരും. അത് മറ്റൊരാൾ പറഞ്ഞു തന്നുകൊണ്ടോ മറ്റൊരാൾ പറഞ്ഞു കൊടുത്തതുകൊണ്ടല്ല. അത് അള്ളാഹു നമുക്ക് ഒരിക്കലും വിധിയാണ്. അപ്പോൾ നല്ല കമൻ്റ് ഇട്ടവരോട് വീണ്ടും 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 ഞാൻ നന്ദി പറയുന്നു. അതേമാതിരി പുതിയ സബ്സ്ക്രൈബേഴ്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ മനുഷ്യന്മാരല്ലേ, പലരും പറഞ്ഞു പോകും അറിയാതെ. അങ്ങനെ പറയും. നമ്മൾ ഒരു കുട്ടി പറഞ്ഞിരുന്നു, അതിൽ ആരാന്നറിയില്ല, കുട്ടിയാ വലിയ ആളാന്നറിയില്ല, എഴുതി വെച്ചിട്ട് വായിക്കുന്നത് മാതിരി ഉണ്ട് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. കുട്ടിയാണോ വലിയ ആളാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ വന്നിക്കണ കമൻറ്റ് അങ്ങനെയാണ്, എഴുതി വെച്ചിട്ട് വായിക്കണമാരില്ല തോന്നണു എന്ന് പറഞ്ഞു. ഞാൻ എഴുതി വെച്ചിട്ട് ഒരു വീഡിയോ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോക്ക് വേണ്ടി ഇങ്ങനെ റെഡിയായി വന്നിങ്ങോട്ട് ഇരിക്കും. ഞാൻ എൻ്റെ മനസ്സ് തോന്നുന്നത് പറയും. മുമ്പ് കൂട്ടി ഞാൻ കരുതി കൂട്ടി വയ്ക്കും. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് എനിക്ക് ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ കരുതി കൂട്ടും. അല്ലാതെ എഴുതി വെച്ച് ഞാൻ വീഡിയോ ചെയ്യാറില്ല. എന്നോട് എൻ്റെ മാപ്പിളാർക്കം പറയും എഴുതി വെച്ച് ചെയ്തോ എന്നാൽ പിന്നെ തെറ്റൂല്ലല്ലോ എന്ന്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, ഞാൻ ഇന്നൊരു കണക്കിലാണ് ആ വീഡിയോ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചാൽ പിന്നെ എനിക്കത് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ ആ ഉദ്ദേശിച്ചതിലങ്ങോട്ട് ഫോളോ ചെയ്തു പോകും. അപ്പോൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സുകൾക്കും എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ സബ്സ്ക്രൈബേഴ്സുകൾ ഇങ്ങനെ പറയുമ്പോൾ പഴയ സബ്സ്ക്രൈബ്, അപ്പോൾ ഞങ്ങളൊന്നും എന്നെ സബ്സ്ക്രൈബ് ചെയ്തതല്ലേ എന്ന് ചിന്തിക്കും. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. പഴയ സബ്സ്ക്രൈബേഴ്സുകൾക്കും പുതിയ സബ്സ്ക്രൈബേഴ്സുകൾക്കും പുതിയ കമൻറ്റുകാർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കാരണം പെരുന്നാൾ കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയണതുകൊണ്ട് ഇതുകൊണ്ട് ഇനി എന്തെങ്കിലും കമൻറ്റ് എനിക്ക് വന്നാലോ, അപ്പോൾ അതുകൊണ്ട് റമദാൻ കഴിയട്ടെ എന്ന് ഞാൻ ആ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ, എന്തെങ്കിലും ഇതിൽ മോശമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദനിപ്പിക്കുന്ന മാതിരി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി എന്താ, ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ഒരു 2-3-4 കമൻറ്റുകൾ മറ്റൊരു രൂപത്തിൽ വന്ന കമൻ്റ് ഉണ്ട്. അതിന് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഞങ്ങളോട് പറയില്ല, ഒരു 3 ദിവസം ഇരുന്ന് വീഡിയോ ചെയ്യേണ്ടി വരും നമുക്ക് അങ്ങനെ കിട്ടണമെങ്കിൽ ഇന്ന്. കാരണം അതിന് മറുപടി പറയാൻ പറ്റണേ 300 സംതിങ് കമൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ചെയ്തത് മറ്റേ അവരഭിപ്രായം പറഞ്ഞ കമൻറ്റുകൾക്കുള്ള മറുപടിയാണ്. രണ്ടാമത് ഇപ്പോൾ പറയുന്നത് നല്ല കമൻറ്റുകൾക്കുള്ളതാണ്. ഇനി അതിൻ്റെ ഇടയിലുള്ള ഒരാൾക്കാരുണ്ട്, ഓൽക്ക് കുറ്റപ്പെടുത്തുമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലാത്ത ഒരു കമൻ്റ് ഇട്ടവരുണ്ട്. ഓൽക്കുള്ള മറുപടി അടുത്തതിൽ പറയാം. സമയം എത്രയും നോക്കട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളെ സമയം ഒരുപാട് ലെങ്ത്തായി പോയാലേ ചിലപ്പോൾ ഇത്
ഞാൻ പറയില്ലേ ഒരു ജീവിക്കാണ് ഇത് ചെയ്യണമെന്ന്. ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ആയില്ലെങ്കിലും അതുകൊണ്ടാണ് ഈ സമയം നോക്കണത്. അപ്പോൾ ഇനി എനിക്ക് വീഡിയോ ചെയ്യാനുണ്ട്. ഇനി മറ്റൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 2 വീഡിയോകൾ എനിക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ ഈ കമൻറ്റിനുള്ള മറുപടി കൊടുത്തിട്ട് ചെയ്യാമെന്ന് വെച്ചോ. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ മറുപടി ചെയ്യാം എന്ന് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ മറുപടി പറയാതെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ ചോദിച്ചാലോ എന്തുകൊണ്ടാണ് മറുപടി തരാമെന്ന് പറഞ്ഞിട്ട് മറുപടി തരാത്തതെന്ന് ചോദിച്ചാലോ, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ കേട്ടോ, കാരണം പറയാൻ പറ്റില്ല. മരണം നമ്മളെ കൂടെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഹയാത്തിലുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നല്ല പ്രധാനപ്പെട്ട വീഡിയോകളാണത്. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് കമൻ്റ് ഇട്ടവർക്കും എല്ലാവർക്കും അതുമാതിരി തന്നെ എൻ്റെ കുടുംബത്തിനും എല്ലാ കുടുംബങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഒരു അപകടങ്ങളിലും നമ്മളെ കൊണ്ടുപോയിപ്പെടുത്താതെ. ഇന്നത്തെ കാലഘട്ടം ഭയങ്കരം. അതിലൊന്നും കൊണ്ടുപോയിപ്പെടുത്താതെ നമ്മളെയും നമ്മളെ മക്കളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.